ഹൃദയം ഭാഗം 5. അമ്പലത്തിലെത്തിയതും അവിടുത്തെ ഐതിഹ്യമൊക്കെ പറഞ്ഞു തന്നു മുത്തശ്ശി. ഓരോന്നും കേൾക്കുമ്പോൾ അത്ഭുതമായിരുന്നു മനസ്സിൽ. അമ്പലപ്പറമ്പും ആൽത്തറയുമൊക്കെ മനസ്സിൽ പതിപ്പിച്ചു അവിടുത്തെ ഓരോ കാഴ്ചകളും. ഇതാണ് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ. ഇന്നലെ താൻ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം തനിക്ക് അന്യമായി പോയേനെ. ഇവിടെ നിന്ന് മടങ്ങിപ്പോയാൽ ഇനിയും ഇതെല്ലാം കാണാൻ കഴിയുമോ? ഇനി ഈ സ്ഥലത്തേക്കൊരു മടക്കം തനിക്കുണ്ടാവുമോ? എന്തോ ഒന്ന് തന്നെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതെ, ഇനിയും വരണം ഇങ്ങോട്ട്. ഈ ദിവസം ഓർത്തു വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങോട്ട് വരണം. ഈ നാടിനെയും നാട്ടുകാരെയും ഗൗതമിന്റെ വീട്ടുകാരെയും തന്റെ ഹൃദയത്തിലേക്കാണ് താൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. തിരിഞ്ഞൊന്ന് നോക്കിയതും കൂട്ടുകാരുടെയും കസിൻസിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ചിരിയോടെ സംസാരിക്കുന്ന ഗൗതമിനെ കണ്ടു. അവിടെ താൻ കണ്ടിട്ടുള്ള ഗൗതമല്ല ഇതെന്ന് തോന്നി. സ്വഭാവത്തിലും വേഷത്തിലും പോലും മാറ്റം. എന്തോ സംസാരിച്ചു തിരിഞ്ഞ ഗൗതം തന്നെ നോക്കി നിന്ന് എന്തോ ആലോചിക്കുന്ന ദീപുവിനെ കണ്ട് ഗൗരവത്തോടെ പുരികമുയർത്തി എന്തേ എന്ന് ചോദിച്ചു. ഞെട്ടിക്കൊണ്ട് ചുമലൊന്ന് കൂച്ചി ഒന്നുമില്ലെന്ന് കാണിച്ചുകൊണ്ട് ദീപു ചുറ്റും നോക്കി. അനുവും ഗീതവുമൊക്കെ അമ്പലപ്പറമ്പിലുള്ള വളക്കടയിൽ നിൽക്കുന്നു. തിരിഞ്ഞുപോലും നോക്കാതെ അങ്ങോട്ട് ഓടിയിരുന്നു ദീപു. അനുവിന്റെയും ഗീതുവിന്റെയും ഒപ്പം ആ അമ്പലപ്പറമ്പ് മുഴുവൻ ദീപു ചുറ്റിക്കറങ്ങി. എന്തോ വല്ലാത്തൊരിഷ്ടം തോന്നുന്നു ഈ സ്ഥലത്തോട്. ആന എഴുന്നള്ളത്തും മേളവും എല്ലാം കണ്ടു നിൽക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സങ്കടങ്ങളെല്ലാം മറന്നുപോയിരുന്നു അവൾ. അനുവും ഗീതവും കൂടി എവിടെയോ നിന്ന് ഗൗതമിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഓരോന്നൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഓരോന്നിലേക്കും കൗതുകത്തോടെ നോക്കി നിന്നതേയുള്ളൂ അവൾ. ഗൗതമുള്ളതുകൊണ്ട് ഒന്നിലും അഭിപ്രായം പറഞ്ഞതുമില്ല. നിനക്കൊന്നും വേണ്ടേ? കാതിനരികിൽ മുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടതും ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതമാണ്. പെട്ടെന്ന് പിറകിലേക്കൊന്ന് ആഞ്ഞുപോയി അവൾ. വേണ്ട. എന്തേ? ഏത് വാങ്ങിച്ചു തന്നാലേ നീ വാങ്ങൂ? അവന്റെ പറച്ചിൽ കേട്ട് സങ്കടം വന്നുപോയി, ഒപ്പം ദേഷ്യവും. താൻ മറക്കാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ അവനോട് അമർഷവും. ആ അതെ, അങ്ങനെ തന്നെയാ, വീറോടെ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി അവൾ അവിടെ നിന്നും പാഞ്ഞുപോയി. പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റത്തിലും പെരുമാറ്റത്തിലും പകച്ചുകൊണ്ട് നിൽക്കുകയാണ് അനുവും ഗീതവും. ഗൗതം അവൾ പോയ വഴിയെ നോക്കി നിൽക്കുന്നുണ്ട്. ഉണ്ണിയേട്ടന് എന്തിനാ ഇപ്പൊ അവളോട് ആ എറണകെട്ടവന്റെ പേര് പറഞ്ഞേ? അതുകൊണ്ടല്ലേ അവൾ പിണങ്ങിപ്പോയത്? അനു അവനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു. അവനും അതേപോലെ തന്നെ അവളെ നോക്കി. അവള് പിണങ്ങിയാൽ എനിക്കെന്താടി കുരുപ്പേ? ആ, ഉണ്ണിയേട്ടന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ ചങ്ക അവള്. ആഹാ, ഇന്നലെ കണ്ടപ്പോഴേക്കും ഏറ്റെടുത്തോ? ഉവ്, എടുത്തു. എന്തേ, പറ്റൂലേ? ഉണ്ണിയേട്ടന് പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലടി ഗീതു? പിന്നല്ലാതെ. ഓ, വല്ലാണ്ട് പുച്ഛിക്കണ്ട മോനെ. അവനെ തറപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അനു ആദ്യം ഓടി. അവൾക്ക് പിന്നാലെ ഗീതുവും. അവർ ദീപുവിനെ നോക്കിയിട്ട് എവിടെയും കാണാതെ കുറെ അലഞ്ഞു. ഒടുവിൽ കണ്ടത് അമ്പലക്കുളത്തിന്റെ അടുത്താണ്. അവിടെ പടവിലിരിക്കുന്നുണ്ടായിരുന്നു ആള്. അയ്യോ അനുചേച്ചി, വേഗം വന്നേ. പ്രേമനൈരാശ്യം മൂത്തിരിക്കുന്ന ആളാ. എങ്ങാനും കുളത്തിലേക്കെങ്ങാനും എടുത്ത് ചാടാൻ തോന്നിയാലോ? ഗീതു പറഞ്ഞതും അനുവിനും തോന്നി അത് ശരിയാണെന്ന്. മനസ്സ് തകർന്നിരിക്കുവല്ലേ. അതിന്റെ ഇടയിലാണ് ഉണ്ണിയേട്ടൻ കളിയാക്കിയതും. ശരിയാ, ദൈവമേ. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവൾ ദീപുവിന്റെ അടുത്തേക്ക് ഓടി. ദീപു, പിണങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കാണോ? വന്നേ. അനു വിളിച്ചതും ദീപു തിരിഞ്ഞു നോക്കി, പിന്നെ എഴുന്നേറ്റു. പിണങ്ങിയതൊന്നുമല്ല. പിന്നെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. ഉവ്വ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. വന്നേ, നീ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ട. വാ ചേച്ചി. ഗീതവും വിളിച്ചതും ദീപു പുഞ്ചിരിച്ചു. ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ രണ്ടും? ഹേ, അതൊന്നുമല്ല.
നീ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, ഗസ്റ്റിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലെന്നല്ലേ. അത് പറഞ്ഞുകൊണ്ട് അനു അവളുടെ കൈയും പിടിച്ച് നടന്നു. അപ്പുറത്തെ കയ്യിൽ തൂങ്ങി ഗീതവും. ഉള്ളിൽ നിറയുന്നൊരു സന്തോഷം. തന്നെ സ്നേഹിക്കാൻ ആരൊക്കെയോ ഉള്ളതുപോലെ. തന്നെ കാണാതായാൽ അന്വേഷിച്ചു വരാനും ആളുണ്ടിപ്പോൾ. ഓർക്കും തോറും ദീപുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ശിങ്കാരിമേളം തുടങ്ങിയതും ദീപുവിന്റെ കണ്ണുകൾ വിടർന്നു. അതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. ചെണ്ട കൊട്ടുന്നവരിൽ ഗൗതമം ഉണ്ടായിരുന്നു എന്നതാണ്. ഗൗതം തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. സിറ്റിയിൽ വരുമ്പോൾ ശരിക്കും അടിച്ചുപൊളിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, നാട്ടിൽ വന്നപ്പോൾ ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരനും. ശരിക്കും അവനോട് മനസ്സിലൊരു ആരാധന തോന്നിപ്പോയി അവൾക്ക്. പിന്നെ ഞെട്ടലോടെ അനുവിനെ നോക്കിയതും അവളും ശിങ്കാരിമേളം ആസ്വദിച്ച് നിൽക്കുകയാണ്. ചെറിയൊരു പുഞ്ചിരിയോടെ ദീപവും അത് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. വൈകുന്നേരമായതും വെടിക്കെട്ടൊക്കെ കണ്ട് അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു നിന്നു. ഒപ്പം പേടിയും, ആദ്യമായിട്ട് കാണുന്നതിന്റെ പകപ്പും. ഗൗതമിന്റെ അമ്മ അത് മനസ്സിലാക്കിയതുപോലെ അവളെ ചേർത്ത് പിടിച്ചു. അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഗൗതമിനെ ശ്രദ്ധിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു അവൾ. അവൻ തന്നെ കാണുമ്പോൾ യദുവിന്റെ പേര് വലിച്ചിടുന്ന ദേഷ്യം. ഗാനമേളയും പരിപാടിയുമൊക്കെ കണ്ട് തിരികെ വന്നപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. പാതിരായിട്ടുണ്ടായിരുന്നു. മേലൊക്കെ കഴുകി കിടന്നിട്ടും ക്ഷീണം തോന്നിയിട്ടും പക്ഷെ ഉറക്കം വന്നില്ല. നാളെ ഇവിടം വിട്ട് പോകണ്ടേ എന്ന ചിന്ത. നാളെ മുതൽ വീണ്ടും താൻ ഒറ്റയ്ക്ക്. ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ തോന്നുന്നു. തനിക്കിവിടെ ഇങ്ങനെ കഴിയാൻ സാധിച്ചെങ്കിൽ. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ചിന്തകളോടെ പിന്നീട് ഉറക്കത്തെ പുൽകിയവൾ. കണ്ണിലേക്ക് വെയിലടിച്ചപ്പോഴാണ് പിന്നീട് കണ്ണു തുറക്കുന്നത്. നേരം കുറെ ആയിട്ടുണ്ടെന്ന് തോന്നി. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. പതിയെ കട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ. ഇന്നലത്തെ ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണാം. അടുക്കളയിലേക്ക് ചെന്നതും ഗൗതമിന്റെ അമ്മ അവിടെ പാത്രങ്ങളോട് യുദ്ധത്തിലാണ്. ദീപുവിനെ കണ്ടതും അവൾക്ക് ചായ എടുത്തു കൊടുത്തു അവർ. ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അടുക്കള കഴിഞ്ഞുള്ള ചവിട്ടുപടിയുടെ അടുത്ത് നിന്ന് ഒരു കരച്ചിലും ചീത്ത പറയുന്ന ശബ്ദവും. ദീപു ചെന്ന് നോക്കിയപ്പോൾ ഗീതുവിനെ പിടിച്ചിരുത്തി തലയിൽ നിറയെ എണ്ണയിട്ട് കൊടുക്കുകയാണ് മുത്തശ്ശി. മുടി ജട പിടിച്ചത് കണ്ടിട്ട് ചീത്തയും പറഞ്ഞ് ഇടയ്ക്ക് തലയിൽ ഓരോ കൊട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കരച്ചിൽ. അടുത്ത് തന്നെ എണ്ണയിൽ മുങ്ങി അനുവും നിൽക്കുന്നു. അവളുടെ അമ്മയും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഗൗതമിന്റെ ഒരേ ഒരു അമ്മായിയാണ്. ഗീതുവിന്റെ തലയിൽ എണ്ണയിട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും എല്ലാം നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ദീപുവിനെ മുത്തശ്ശി അടുത്തേക്ക് വിളിച്ചു. തലയിൽ എണ്ണയിട്ട് തരട്ടെ മോൾക്ക്? ഒരു പുഞ്ചിരിയോടെ ചോദിച്ചതും വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. ഇങ്ങനെ ഒന്നും ചെയ്തു തരാൻ തനിക്ക് ആരുമില്ലല്ലോ. തലയൊന്നനക്കി അവൾ മുത്തശ്ശിക്ക് അടുത്തേക്ക് നടന്നതും അനുവിന്റെയും ഗീതുവിന്റെയും മുഖം തെളിഞ്ഞു. അവളെ കൂടെ ട്രാപ്പിലാക്കിയ സന്തോഷം. പുറം നിറഞ്ഞു കിടക്കുന്ന മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോൾ മുത്തശ്ശി ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. മുടിയിൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ. സമയം കിട്ടാറില്ല മുത്തശ്ശി. ജോലിക്ക് പോകാൻ നേരത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുളിച്ച് പോകാറാ പതിവ്. എന്നിട്ടും ഇത്രയും മുടിയുണ്ടല്ലോ മോൾക്ക്. അപ്പോ അതൊന്ന് നോക്കിയാൽ അര കവിഞ്ഞു മുടി ഉണ്ടാവും. മുത്തശ്ശി ഈ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്, അത് തരാട്ടോ. തലയൊന്നാട്ടി പുഞ്ചിരിച്ചു അവൾ. ഇനി മൂന്നാളും പോയി കുളത്തിൽ കുളിച്ചിട്ട് വായോ. അമ്മ പറഞ്ഞതും അനുവും ഗീതവും ഡ്രസ്സ് എടുക്കാൻ ഓടിയിരുന്നു. ആദ്യമായിട്ട് കുളത്തിൽ കുളിക്കാൻ പോകുന്നതിന്റെ പേടിയുണ്ടെങ്കിലും ആകാംക്ഷയും ഉണ്ടായിരുന്നു അവൾക്ക്. മുറിയിൽ കയറി ഡ്രസ്സ് എടുത്തു വരുമ്പോഴാണ് ഗൗതം എഴുന്നേറ്റ് വരുന്നത് കണ്ടത്. ദീപുവിനെ കണ്ടതും അവളെ ആകെ മൊത്തം ഒന്ന് നോക്കിയവൻ. നേരം വെളുത്തപ്പോ തന്നെ നീ എന്താ എണ്ണത്തോണിൽ പോയി തല മുക്കിയോ? പരിഹാസത്തോടെ ചോദിച്ചവനെ കണ്ണുരുട്ടി നോക്കി അവൾ താഴേക്ക് പോയിരുന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.